ഞാനൊരു പുതിയ ഫയൽ എടുത്തു. ഇത് കണ്ടോ, പ്രിവ്യൂ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇവിടെ. ഇത് കണ്ടോ, പ്രിവ്യൂ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കൂടെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തൊരു ഇഞ്ചസിൽ ഞാനിപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ ഫയലിൽ ന്യൂ എടുത്തിട്ട് പുതിയ ഡോക്യുമെന്റ് എടുക്കുന്ന സമയത്ത് ഇത് പ്രിവ്യൂ ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിന്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഫേസിങ് പേജസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പേജസ് 2 കൊടുത്ത് ഡോക്യുമെന്റ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അതായത് പ്രിവ്യൂ ഇവിടെ ഓൺ ആക്കാം, ഡോക്യുമെന്റ് സെറ്റപ്പിലും പ്രിവ്യൂ ഓൺ ആക്കാം. ഇവിടെ പ്രിന്റ് ഉണ്ട്, വെബ് ഉണ്ട്, മൊബൈലുണ്ട്. കണ്ടോ, അപ്പൊ ഞാനിപ്പോൾ എടുത്തപ്പോൾ മൊബൈലിന്റെ സെറ്റപ്പ് ആണെങ്കിൽ കണ്ടോ, ഈ പ്രിവ്യൂ ഇല്ലെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. പ്രിവ്യൂ ഓൺ ആക്കിയാൽ നമുക്ക് ആ ഒരു ലൈവ് ആയിട്ട് അത് കാണാൻ പറ്റും. ഓക്കെ, മൊബൈൽ മാറ്റിയിട്ട് പ്രിന്റ് ആക്കിയാൽ പ്രിന്റ്, വെബ്, മൊബൈൽ. അപ്പൊ ഇൻഡിസൈൻ കൂടുതലും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ ബേസ്ഡ് ആയിട്ടല്ല, നമ്മൾ ഇൻഡിസൈനിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേജ് വൈസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലെറ്റർ മാറ്റിയിട്ട് ലീഗലാക്കി കണ്ടോ, ലീഗൽ വരും, ടാബ്ലോയിഡ്, ഹാഫ്, A5, A3 ഏതാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വർക്ക് ചെയ്യാം. നമ്പർ ഓഫ് പേജസ് ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പേജസ് വരും. സ്റ്റാർട്ടിങ് പേജ് ഏതാണ്, എൻഡിങ് പേജ് ഏതാണെന്നുള്ള കാര്യം നമുക്കിവിടെ അറിയാൻ പറ്റും. പിന്നെ ലേഔട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ടിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ലേഔട്ടിനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു, Ctrl- അടിച്ച് ഞാൻ തിരിച്ചിറങ്ങി. വിൻഡോയ്ക്കകത്ത് നമുക്ക് വർക്ക് സ്പേസ് ഉണ്ട്. ഇപ്പോൾ എസെൻഷ്യൽ ക്ലാസിക്സിലാണ് കിടക്കുന്നത്. അഡ്വാൻസ്ഡ് ഉണ്ട്, കണ്ടോ, അഡ്വാൻസ്ഡ് ആകുമ്പോൾ എല്ലാ സംഭവങ്ങളും കൂടെ ഒരുമിച്ച് വരും. ഇതാണ് അഡ്വാൻസ്ഡ് ലേഔട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് പേജസ് ഉണ്ട്, കിടക്കുന്നുണ്ട് പേജസ്. അപ്പം ഞാൻ ഈ അഡ്വാൻസ്ഡിൽ വന്നിട്ട് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാം. ഇപ്പം ഈ ക്യാരക്ടറും കാര്യങ്ങളും എല്ലാം എനിക്ക് എന്തായാലും വേണം. അപ്പം ഞാൻ ഒരു പേജും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു പേജും കൂടെ ആയി. Ctrl- അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, പേജസ് കൂടി. അപ്പോൾ എനിക്ക് ഈ ഒരു പേജിൻ്റെ അടുത്ത് ഇതിന് ടോപ്പിലെ പേജിൽ ഇടണം. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കിടക്കുന്നത് കണ്ടോ. ഇതിനെ വലിച്ചിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീഴത്തില്ല. ഇങ്ങനെ വലിച്ചിട്ട ഈ ഒരു പേജ് ഇവിടെ വീഴുമല്ലോ, നോർമലി ഇങ്ങനെ വീഴണമല്ലോ പേജ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അലൗ ഡോക്യുമെന്റ് പേജസ് ടു ഷഫിൾ. കണ്ടോ, മനസ്സിലായോ? അങ്ങനെ ഇത് വീഴത്തുള്ളൂ. അപ്പം ഇത് എന്താണ്, പേജ് അല്ലെങ്കിൽ സ്പ്രെഡ് നമുക്ക് പറയാം. പേജ് അല്ലെങ്കിൽ സ്പ്രെഡ് എന്ന് പറയാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇനിയും പേജസ് ആഡ് ചെയ്യാം, 2, 3. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് 2 പേജ് കഴിയുമ്പോൾ അത് ചാടും. വീണ്ടും ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കഴിയുമ്പോൾ അത് 3-ലോട്ട് പോകും. മനസ്സിലായ സംഭവം? ഡ്രാഗ് ചെയ്ത് വീണ്ടും ഇടാം. ഇപ്പൊ എല്ലാം കൂടെ കംപ്ലീറ്റ്ലി ഒറ്റ പേജിലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്യാം. ഞാൻ Ctrl+ അടിക്കുമ്പോൾ മൊത്തത്തിലുള്ള പേജസിന്റെ ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കിട്ടിയോ? ഇനി ഞാൻ ഇതിനെ Ctrl- അടിച്ചിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഫയൽ, ഡോക്യുമെന്റ് സെറ്റപ്പ്. വീണ്ടും ഞാൻ ഡോക്യുമെന്റ് സെറ്റപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. പ്രിവ്യൂ ഓണും ഓഫും ചെയ്യാൻ പറ്റും. ഇപ്പൊ ടോപ്പ് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് എടുക്കാം. കണ്ടോ, ടോപ്പ് മാർജിനും ബോട്ടം മാർജിനും കാണുന്നുണ്ടോ? ടോപ്പ് മാർജിൻ ആൻഡ് ബോട്ടം മാർജിൻ. ഇതാ വിഡ്ത്തും ഹൈറ്റും, സാധാരണ വിഡ്ത്തും ഹൈറ്റും ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലീഡ് ആണ്. ബ്ലീഡ് ഞാനിവിടെ ഒരു 5 കൊടുത്തു നോക്കാം. കണ്ടോ, പുറത്ത് ആ ഒരു ബ്ലീഡ്, എത്രയും സ്ഥലം പുറത്തിട്ടിരിക്കണം എന്നുള്ളതാണ് ബ്ലീഡ്. ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ കണ്ടോ 2-ലിടാം. മീൻസ് എന്താണ്, നമുക്ക് ആ ഒരു ബ്ലീഡ് നമുക്കത് ഔട്ട്സൈഡ് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സംഭവം ബ്ലീഡ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാത്തിനും ഞാൻ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡ് ബ്ലീഡ് ആയിരിക്കും വരുന്നത്. ഞാൻ 5 ആക്കാം. ബ്ലീഡ് അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള. ഓറിയന്റേഷൻ നമുക്ക് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു പ്രിവ്യൂവിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഫേസിങ് പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. ഓക്കെ, നമ്പർ ഓഫ് പേജസ് ഇവിടെ നമുക്ക് കുറയ്ക്കാം. 2 ആണെങ്കിൽ 2 ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഓക്കെ കൊടുത്താൽ അത്
അങ്ങനെ നിൽക്കും. ഒന്നും കൂടെ ഞാനിത് ക്ലോസ് ചെയ്തു. ഇതിനെയും ഞാൻ ഫയൽ ഡോക്യുമെന്റ് സെറ്റപ്പ് വീണ്ടും എടുക്കുക. പ്രിവ്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യങ്ങളാണുള്ള വിഡ്ത്തും മാർജിനും പിന്നെ ബ്ലീഡ് ആൻഡ് സ്ലഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിനകത്ത്. ഓക്കെ, ഇത് ഞാൻ ക്യാൻസൽ ചെയ്തേ. അപ്പം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏതാണ് ലെയേഴ്സിലാണ് നമ്മൾ ലെയേഴ്സും ഉണ്ട്, പേജസിലാണ് നമ്മൾ കൂടുതലും ഇൻഡിസൈനിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എല്ലാം കോമൺ തന്നെയാണ്. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ഇത് ഞാൻ ക്ലോസ് ചെയ്തു. ന്യൂ ഫയൽ. ഓക്കെ, ഞാൻ ഇതിനെ സ്വല്പം ഞാൻ ഇതിൻ്റെ അകത്ത് പേജസ് നമ്പർ ഓഫ് പേജസ് ഇപ്പോൾ 2 എണ്ണമാണ്. ഞാൻ ഇതിനെ സ്വല്പം ഇങ്ങോട്ട് നീക്കട്ടെ. അപ്പോൾ നമ്മൾ പേജിൽ പോയി നോക്കുക എത്ര പേജസ് ഉണ്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ. കണ്ടോ, ഇതിനെ വലിച്ചിങ്ങിടാൻ പറ്റൂല, കാരണം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇത് ഓപ്പൺ അപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. വീണ്ടും ഞാൻ ഇതിനെ ഇഞ്ചസിലോട്ട് മാറ്റി ക്ലിക്ക് ചെയ്തു. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത വീഴില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അലോ ടു ഷഫിൾ, ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇതിൻ്റെ അകത്തിട്ടു. ഓക്കെ, ഇനി ഫയൽ എടുത്തിട്ട് നമുക്ക് ഡോക്യുമെന്റ് സെറ്റപ്പ് ഒന്നും കൂടെ എടുക്കാം. ഈ ഓറിയന്റേഷനും മാറ്റാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജസിന്റെ സംഭവം നമുക്ക് ഇവിടെ നിന്ന് വിട്ട് എത്രത്തോളം നീങ്ങി കിടക്കണം, ഒരു പേജിൽ നിന്നും 2 പേജിൽ തമ്മിൽ എത്ര നീങ്ങി കിടക്കണമെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഡോക്യുമെന്റിന്റെ അകത്ത് ഒരു സംഭവം ഉണ്ട്. കണ്ടോ, കോളം ഗട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കോളം ഗട്ടർ. ഇത് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോളത്തിന്റെ ഗട്ടർ നമുക്ക് എത്ര കോളം വേണം അത്രയും അതിന്റെ ഗട്ടർ നമുക്ക് അതിനനുസരിച്ച് ഇപ്പൊ 2x2 വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഗട്ടറിൽ ആ ഒരു പേജിന്റെ 2 പേജിന്റെയും ഗട്ടർ സൈസ് അഡ്ജസ്റ്റ് ആവും. മനസ്സിലായോ? പേജിന്റെ സൈസ് വേറെ, ബ്ലീഡ് വേറെ. താഴത്തെ മുകളിലത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ബ്ലീഡ്, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഏരിയക്കകത്ത് ഉള്ള പർട്ടിക്കുലർ സൈസാണ്. ഇപ്പൊ ഞാൻ ക്ലോസ് ചെയ്യാം. ഇതാണ് ഈ എഡ്ജിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കഴിഞ്ഞ് അടുത്ത എഡ്ജിന്റെ കാര്യം. ഓക്കെ, ഇതിനെ ക്ലോസ് ചെയ്തു. നമുക്ക് ഇനി ടൂൾ ബൈ ടൂൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ റെക്ടാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ കളർ ഫില്ല് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ടൂൾ ഏതാണ്? സെലക്ഷൻ ടൂൾ. സെലക്ഷൻ ടൂൾ എന്താണ്? ജസ്റ്റ് കൺട്രോളും ഓൾട്ട് ഹോൾഡ് ചെയ്താൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ടൂൾ. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഓക്കെ, ഒരു പോയിന്റ് ഏതൊക്കെയാണ് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് മാത്രം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് പോയിട്ട് ഈ ടൂൾ ഉണ്ടല്ലോ, ഏതാണ്? ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. കണ്ട, ഡയറക്റ്റ് സെലക്ഷൻ ടൂള് ഇവിടെ കൊണ്ടുപോയിക്കുമ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് കാണിക്കും. ഇപ്പൊ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആക്ടിവേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ അകത്ത് പോയിട്ട് ഏത് ടൂൾ എടുക്കുക, കൺവെർട്ട് ഡയറക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പക്കായിട്ട് വർക്ക് ചെയ്യും. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ പക്കായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇത് സാധാരണ സെലക്ഷൻ ടൂൾ, ഇതേതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഓക്കെ, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവമാണ്. ഫ്രെയിമിനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിമിലായിരിക്കും ഈ ഒരു സംഭവം പ്ലേസ് ആവുന്നത്. കേട്ടോ, കാരണം ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇത് ഫ്രെയിമിനെയാണ് മൂവ് ചെയ്യിക്കേണ്ടത്, അല്ലാതെ പിക്ചറിനെ അല്ല മൂവ് ചെയ്യിക്കേണ്ടത്, ഫ്രെയിമിനെയാണ് മൂവ് ചെയ്യിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ ഫ്രെയിമിനെ ഞാനിപ്പോ ഇവിടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിറ്റ് ഫ്രെയിം പ്രൊപ്പോർഷണലി. കണ്ടോ, അപ്പൊ ഇതിനകത്ത് ക്വാളിറ്റി ലോസ് ഉണ്ട്, അത് കുഴപ്പമില്ല. റൈറ്റ് ക്ലിക്ക് ഫിറ്റ് കണ്ടന്റ് പ്രൊപ്പോർഷണലി. ഇപ്പൊ കണ്ടന്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് മൂവ് ആവുന്നത്? ഫ്രെയിം ആണ് മൂവ് ആവുന്നത്. മനസ്സിലായ? ഫ്രെയിം ആണ് മൂവ് ആവുന്നത്, അല്ലാതെ പിക്ചർ അല്ല മൂവ് ആവുന്നത്. പിക്ചറും മൂവ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് അകത്തെ പിക്ചറിന്റെ ചൈൽഡും ഫ്രെയിമിന് പാരന്റ് എന്ന് പറയാം. അപ്പൊ പാരന്റിനെ മൂവ് ചെയ്യുമ്പോൾ ചൈൽഡ് ഓബ്വിയസ്ലി അതിന്റെ കൂട്ടത്തിൽ മൂവ് ആവും. പിടിയിട്ടാ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഫിറ്റ് കണ്ടന്റ് അവെയർ ഫിറ്റ്. കണ്ടന്റ് അവെയർ അറിയാലോ എന്താണെന്ന്, ആ ഫുൾ അത് എന്താണ് ആ പിക്ചറിലുള്ളത്, ആ മൊത്തത്തിലുള്ള പിക്ചറും അതിൻ്റെ അകത്ത് തന്നെ കറക്റ്റ് ആയിട്ട് ഫിറ്റ്. അപ്പൊ നമ്മൾ കണ്ടന്റ് അവെയർ ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. അങ്ങനെ ഇല്ല എന്നാലും
കണ്ടന്റ് അവെയർ ടൂളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിറ്റ് ഫ്രെയിം ടു കണ്ടന്റ്, ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഫുൾ ഫ്രെയിമിൽ അത് ഫിറ്റായി. റൈറ്റ് ക്ലിക്ക്, ഫിറ്റിംഗ്, ഫിറ്റ് കണ്ടന്റ് ടു ഫ്രെയിം. ആക്ച്വലി അത് രണ്ടും സെയിം തന്നെ. സെന്റർ കണ്ടന്റ് ഉണ്ട്. സെന്റർ കണ്ടന്റിനെ കറക്റ്റ് സെന്ററിൽ കൊണ്ടുവരിക. ഓൾറെഡി ആ സെന്ററിൽ തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റിങ്ങിന്റെ അകത്ത് ക്ലിയർ ഫ്രെയിം ഫിറ്റിംഗ് സെലക്ട് ചെയ്യുക. ഫ്രെയിം ഫിറ്റിംഗ് ഓപ്ഷൻസ് എടുക്കുക. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ചെയ്യാം. കണ്ടോ ഇപ്പൊ എവിടെയായിരുന്നു മൂവ് ആവുന്നതെന്ന് കണ്ടോ? എവിടെയാണ് മൂവ് ആവുന്നത്? ഇരുന്ന് ആ ഒരു ഇതിന്റെ അകത്തിരുന്നാ മൂവ് ആവുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഒരു പ്രോപ്പർട്ടി നമുക്ക് അതിൻ്റെ അകത്ത് ബാധകമല്ല. എത്ര മുകളിലോട്ടാക്കിയാലും അത് ഫ്രെയിമിന്റെ പുറത്ത് പോകില്ല. എല്ലാം ഫ്രെയിമിന്റെ അകത്താണ്. ഫിറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. കണ്ടോ? ഫിറ്റ് ഫ്രെയിം പ്രൊപ്പോർഷണലി, ഫ്രെയിം ഹൊറിസോണ്ടലി, ടോപ്പ് എത്രത്തോളം ക്രോപ്പ് ചെയ്യണം, ബോട്ടം എത്രത്തോളം ക്രോപ്പ് ചെയ്യണം, ലെഫ്റ്റിൽ എത്രത്തോളം ക്രോപ്പ് ചെയ്യണം, റൈറ്റിൽ എത്രത്തോളം ക്രോപ്പ് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായ സംഭവം? ഓക്കെ. പ്രിവ്യൂ എവിടെ ഉണ്ട്? പ്രിവ്യൂ ഓൺ ആക്കി ഇടുക. ഇതിന്റെ പിവട്ട് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഓട്ടോ ഫിറ്റ് ആണെങ്കിൽ അത് ഓട്ടോ ഫിറ്റ് ആയിക്കോളും. ഓക്കെ എടുത്ത് ഓട്ടോ ഫിറ്റ് ആയിക്കോളും. ഓക്കെ. അപ്പൊ ഇത് ഒരു വഴി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പിക്ചറിനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഫയൽ പ്ലേസ് കൊടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. കണ്ടോ? പക്ഷെ ഇതിന്റെ അകത്ത് നമുക്കൊരു പുറത്ത് കണ്ടോ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് കൺസ്ട്രെയിൻ ആയിരിക്കില്ല. കണ്ടോ? മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവില്ല. ഫ്രെയിം ആകുമ്പോൾ കറക്റ്റ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മൂവ് ആവും. ഓക്കെ. അപ്പൊ ഇതേ കണക്കത്തെ 3 ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ഉണ്ട്. ഒന്ന് എലിപ്റ്റിക്കൽ മൂവ് ടൂൾ. എലിപ്റ്റിക്കൽ ടൂള് ഫയൽ പ്ലേസ്. അപ്പൊ ഇങ്ങനെ പ്ലേസ് ആയി അല്ലേ? ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കും. ഇതിന് സെലക്ട് ചെയ്തിട്ട് ഫയൽ പ്ലേസ്, റൈറ്റ് ക്ലിക്ക്, ഫിറ്റിംഗ് കണ്ടന്റ് അവെയർ ഫിറ്റ്. കണ്ടോ? മനസ്സിലായ സംഭവം? അപ്പൊ ഇതിൽ നമ്മൾ പിടിച്ച് അനക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രെയിമിൽ അനക്കിയാൽ മതി. ഫ്രെയിമാണ് നമ്മുടെ മെയിൻ സംഭവം. പിടിയിട്ടില്ല? ഫ്രെയിമിൽ മാത്രം നമ്മൾ പിടിച്ച് അനക്കുക. ഡിലീറ്റ് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് പോളിഗണൽ ടൂൾ എന്ന് വെച്ചാൽ ആ ഒരു പോളിഗണൽ ഷേപ്പിൽ സംഭവിച്ചിരിക്കും. ഫയൽ പ്ലേസ്, ഇതാണെങ്കിൽ ഇത്. ഓക്കെ. റൈറ്റ് ക്ലിക്ക്, കണ്ടന്റ് അവെയർ ഫിറ്റ്. ഓക്കെ. കറക്റ്റ് ആയിട്ട് അതിൽ വന്നിരുന്നു. മൂവ് ചെയ്യുക. ഫ്രെയിമിനെ മൂവ് ചെയ്യുക. ഫ്രെയിമിനെ മാത്രം മൂവ് ചെയ്യുക. കണ്ടോ? ഫ്രെയിമിനെ മാത്രം. ഫ്രെയിമിന്റെ പുറത്ത് പോയാലും നമുക്ക് പ്രശ്നമില്ല. W അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ കാണിക്കില്ല. മനസ്സിലായോ? ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിലും പ്രോബ്ലം ആണ്. കോറലിലാണെങ്കിലും നമുക്കൊരു ടിക്ക് ഉണ്ട് താഴെ. ആ ടിക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള സംഭവം കാണിക്കില്ല. ഇതിൻ്റെ അകത്ത് അതൊന്നും ചെയ്യേണ്ട. W അടിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്താൽ പുറത്ത് കാണിക്കത്തില്ല. ഓക്കെ. അത് നമുക്ക് ചെക്ക് ചെയ്ത് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാൻ W അടിച്ചത് ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പെൻസിൽ ടൂളാണ്. പെൻസിൽ ടൂൾ അറിയാലോ? സാധാരണ നമ്മൾ വരയ്ക്കുന്ന പെൻസിൽ ടൂള്. ഞാൻ അതിനെ സ്വല്പം ഒന്ന് വലുതാക്കി നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് ഇൻക്രീസ് ചെയ്യാം. പിന്നെ വരുന്നത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എഡ്ജസിനെ നമുക്ക് സ്മൂത്ത് ചെയ്യാം. സെയിം ടൂളാണ്. ഏതിൻ്റെത്? ഇല്ലുസ്ട്രേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം ടൂളാണ് സ്മൂത്ത് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇറൈസ് ചെയ്യുന്നത്. ഇതിനെ ഇറൈസ് ചെയ്ത് കളയാം. എങ്ങനെ വേണോ ഇറൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇറൈസ് ചെയ്ത് ഇത്രയും അങ്ങ് പോകും. ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം അതിനകത്ത് ഇതുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പെൻസില്, സ്മൂത്ത്, ഇറൈസർ. കണ്ടോ? അടുത്തത് ഇനി ഇതിന് ഞാൻ റിമൂവ് ചെയ്തിട്ട്, പക്ഷെ ഇത് ഏതാണ്? ഈ ടൂളിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഏതാണ്? പെൻ ടൂളിൽ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി അടുത്ത നമുക്കൊരു റെക്ടാങ്കിൾ ടൂൾ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അകത്തൊരു കളർ ഫില്ല് ചെയ്യാം. ഇത് ഏത് ടൂളാ? സിസർ ടൂള്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൊണ്ടുവച്ച് ട്രൈ ചെയ്യുക. കണ്ടോ? ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും. എവിടെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തോട്ട് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുക. ഓരോ പോയിന്റ് വെച്ചിട്ട്, പോയിന്റ് ആണെങ്കിൽ ആ ഒരു പോയിന്റ് ഈ ഒരു പോയിന്റ് വരും. ഇങ്ങനെ കട്ടാവും. അല്ലാതെ പോയിന്റ് ഇട്ട് കൊടുത്താലും ഇങ്ങനെയും കട്ടാവും. കണ്ടോ? അതായത് ഓരോ പോയിന്റ് അതിൽ ക്ലിക്ക് ചെയ്യും തോറും ആ രീതിയിൽ കട്ടാവും. 1, 2.
മനസ്സിലായി? ആ രീതിയിലാണെങ്കിൽ ആ രീതിയിൽ കട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. വരച്ചു കഴിഞ്ഞാൽ വരയ്ക്കുന്ന രീതിയിൽ കട്ടാവും. അല്ലാതെ ഇങ്ങനെ വരയ്ക്കുന്ന ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ അത് കട്ടാവും. ഇല്ല പോയിന്റ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ്സിൽ അത് കട്ടാവും. ക്ലിക്ക് ദെൻ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായോ? എത്ര മനസ്സിലായോ? ഇനി അടുത്ത നമ്മളുള്ളതെന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ടൂൾ ഞാൻ വരയ്ക്കുന്നു, അതിൻ്റെ അകത്തൊരു കളർ ആഡ് ചെയ്യുന്നു. ദെൻ ഗ്രേഡിയന്റ് ടൂൾ. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രേഡിയന്റ് ആണ് അപ്ലൈ ആവുന്നത്. വിൻഡോയ്ക്കകത്ത് കളറിന്റെ അകത്ത് ഗ്രേഡിയന്റ്, വിൻഡോയ്ക്കകത്ത് കളറിന്റെ അകത്താണ് ഗ്രേഡിയന്റ് കിടക്കുന്നത്. ഗ്രേഡിയന്റ് എടുക്കാം. സാധാരണ ഗ്രേഡിയന്റ് പോലെ തന്നെയാണ് ഇതിന്റെ ഗ്രേഡിയന്റും. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ലീനിയറും റേഡിയലും രണ്ടെണ്ണം ഇതിൻ്റെ അകത്തുള്ളൂ. ഏതൊക്കെയാണ്? ലീനിയറും റേഡിയലും. പിന്നെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് ഫ്ലിപ്പ് ചെയ്യാം. നമുക്ക് ആംഗിൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ ആംഗിൾ നമുക്ക് 25 കൊടുക്കാം. ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലുസ്ട്രേറ്ററിലെ പോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, വലിച്ചിവിടെ ഇട്ട് കൊടുക്കാം. കണ്ടോ? അതേപോലെ ഇവിടെ വലിച്ചിട്ട് കൊടുക്കാം. ഒരു പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. വെറുതെ ഇട്ടാലും ഇതിൻ്റെ അകത്ത് ഇത് വർക്ക് ചെയ്യും. കണ്ടോ? പോയിന്റിന്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും വർക്ക് ചെയ്യും. ഓക്കെ, റിവേഴ്സ് ചെയ്യണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക, റേഡിയൽ മാറ്റുക, ലീനിയർ ആക്കുക. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനൊരു 50 കൊടുത്താൽ അതിൻ്റെ ലൊക്കേഷൻ ചേഞ്ച് ആവും. കണ്ടോ? 50 കൊടുത്തപ്പോൾ ഈ ലൊക്കേഷൻ ഇങ്ങോട്ട് ചേഞ്ച് ആയി. ആംഗിൾ തിരിക്കണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ആക്കണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി ആക്കാം. മനസ്സിലായോ? റിവേഴ്സ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം, ലീനിയർ മാറ്റാം, റേഡിയൽ ആക്കാം. ഇനി ആംഗിൾ മാറ്റണമെങ്കിൽ വീണ്ടും ലൊക്കേഷൻ മാറ്റണമെങ്കിൽ വീണ്ടും ലൊക്കേഷൻ മാറ്റാം. മനസ്സിലായോ? അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത് ടൂള്? ഗ്രേഡിയന്റ് സ്വാച്ച് ടൂൾ. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് ഫെദർ ആണ്. നമുക്ക് ഫെദർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പർട്ടിക്കുലർ ഗ്രേഡിയന്റിന് നമുക്ക് ഫെദർ ചെയ്യണം. ഒരു ഏരിയ ഫെദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഏരിയ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഫെദർ ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് ഫെദർ ചെയ്ത് കൊടുക്കാം. മനസ്സിലായി? ഇതൊക്കെ നമുക്ക് ഉപയോഗമുള്ളതാണ്. വേറെ ടെക്സ്റ്റൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം യൂസ് വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പേജ് ടൂളും ഗ്യാപ്പ് ടൂളും. ഓക്കെ, പേജ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടെങ്കിലേ പേജ് ടൂൾ വർക്ക് ചെയ്യുള്ളൂ. ഇത് കണ്ടോ? ഇതാണ് പേജ് ടൂൾ. കണ്ടോ? ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പേജ് ടൂൾ എടുത്തിട്ട് 2 പേജ് ഉണ്ടല്ലോ, ഒരു പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യാം. നമുക്ക് ഏതാണ് ആ ഒരു പർട്ടിക്കുലർ പേജ്, ആ ഒരു പേജിന് മാത്രം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പേജിന് മാത്രം. ഇതിപ്പോ കംപ്ലീറ്റ് രണ്ടും പാരന്റഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എൻ്റർ ആവും. പേജിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ അതിന് ഇങ്ങോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട? കൺട്രോൾഡ് ബൈ പാരന്റ്. കണ്ട? അത് ഓഫ് ചെയ്താൽ മതി. കണ്ട? ഇവിടെ ഞാൻ സ്കെയിലാണെങ്കിൽ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. സ്കെയിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്കെയിൽ ചെയ്താൽ അത് മാത്രമേ അഡ്ജസ്റ്റ് ആവുള്ളൂ. മനസ്സിലായോ? സ്കെയിലാണെങ്കിൽ സ്കെയിൽ മാത്രം. ഷോ പാരന്റ് ഓവർലേയും കാര്യങ്ങളും എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്താൽ സ്കെയിൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഓഫ് ചെയ്തോളൂ. ഓഫ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ അത് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, മൂവ് ഒബ്ജക്റ്റ് മൂവ് വിത്ത് പേജ്. ഒബ്ജക്റ്റിനെയും കൂടെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിനെയും കൂടെ മൂവ് ചെയ്യാം പേജിന്റെ കൂട്ടത്തിൽ. കണ്ടോ? പിടികിട്ടിയ? ഒബ്ജക്റ്റിനെയും കൂടെ അതിന്റെ കൂട്ടത്തിൽ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അടുത്തെന്ന് പറയുന്നത് ഗ്യാപ്പ് ടൂൾ ആണ്. ഗ്യാപ്പ് ടൂൾ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കാണാം. ഉദാഹരണത്തിന് ഫയൽ പ്ലേസ് ഒരെണ്ണം, അടുത്തത് ഫയൽ പ്ലേസ്, അടുത്ത ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കുക, രണ്ടാമത് ഇവിടെ വരയ്ക്കുക. ഗ്യാപ്പ് ടൂൾ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ടൂൾ എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ഇടയിൽ നിൽക്കും. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങോട്ടാണെങ്കിൽ മനസ്സിലായി? കാരണം കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടൂൾസ് അവർ നമുക്ക് കൂടുതൽ തന്നിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരെണ്ണം കൂടെ ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഫയൽ പ്ലേസ്, ഇവിടെ ഞാൻ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇനിയും ഗ്യാപ്പ് ടൂൾ എടുക്കാം. ഗ്യാപ്പ് ടൂൾ എടുത്തിട്ട് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ താഴോട്ടും വെള്ളോട്ടും നമുക്ക് മൂവ് ചെയ്യാം.
അപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഭവങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഗ്യാപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ പേജാണ് അഡ്ജസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഡൗട്ട് വരാം, ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു ഫ്രെയിം ഉണ്ടെന്ന് വെച്ചോ. ആ ഫ്രെയിമിൻ്റെ അകത്ത് ഒരു പിക്ചർ ഉണ്ട്, ഫയൽ പ്ലേസ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക്, ഫിറ്റ് കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് അവർ ഫിറ്റ് കൊടുത്തു. ഇതൊരെണ്ണ. അടുത്തത് വീണ്ടും ഞാനൊരു ഫ്രെയിം വരച്ചു, ഒരു എലിപ്റ്റിക്കൽ ടൂൾ വരയ്ക്കാം ഇങ്ങനെ. ഓക്കെ, ഫയൽ പ്ലേസ്, റൈറ്റ് ക്ലിക്ക്, ഫിറ്റ് കണ്ടന്റ് അവർ ഫിറ്റ്. ഓക്കെ, കൊടുത്തു. ഇനി ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. രണ്ട് ഫ്രെയിംസ് ആണ്, രണ്ട് ഫ്രെയിമും കൂടെ സെലക്ട് ചെയ്യുക. ഏതാണ് നമ്മള് ഗ്യാപ്പ് ടൂൾ, കണ്ടോ? അപ്പൊ അതിന് ഫ്രെയിംസ് ആയിരുന്നാലും പ്രോബ്ലം ഇല്ല, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും.